ഹലോ. അപ്പോൾ ഇന്നത്തെ യാത്ര വിയ്യൂരാണ്. വിയ്യൂർ ബാലസംഘം കാവടിയുടെ ആഭിമുഖ്യത്തിൽ ആദരം 2025 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളെ, അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ആദരിക്കലും, അത് അവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം, ആദരിക്കലല്ല വിദ്യാഭ്യാസ പുരസ്കാരമുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക്, കുറച്ച് കുട്ടികൾക്ക് പുസ്തക വിതരണമുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ട്രെയിനെടുത്ത് ഡാൻസും പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ട്രെയിനെ പിടിച്ചിരുത്തിയേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ആളെ പറ്റിച്ച് തന്നു. പിന്നെ ആളെ തന്നെ സ്വഭാവം എടുത്തു. ഒരു സ്ഥലത്ത് ഇരിക്കില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഓടുകൊണ്ട് നടക്കുമല്ലോ. അങ്ങനെ ചായയും പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നൈസായിട്ട് വന്നിരുന്നു. അപ്പോഴേക്കും ഇതേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ, അതുപോലെ തന്നെ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ SI നൂഹ്മാൻ സാറൊക്കെയാണ് കേട്ടോ അധ്യക്ഷയായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കുട്ടികളൊക്കെ ഇത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ പുരസ്കാരം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ദീപം തെളിയിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയൊക്കെ മൊമെൻ്റൊക്കെ മേടിക്കണം. പക്ഷെ അന്നൊക്കെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചവർക്ക് മാത്രമാണ് അന്നൊക്കെ ഈ മൊമെൻ്റൊക്കെ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് എല്ലാവരും ആദരിക്കും. കാരണം അവർക്കതൊരു മോട്ടിവേഷനല്ലേ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഭാഗ്യവന്മാരാണ്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാവടിയുടെ അരമംഗലം കണ്ണൻ ചേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാലസംഘത്തിലെ എല്ലാ അംഗങ്ങളും കൂടി ചേർന്നിട്ട് ആളെ ആദരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആളെ ആദരിക്കൽ കഴിഞ്ഞു. അപ്പോഴേക്കും ഇത്രയും ബഹളം വെച്ച് തുടങ്ങി കൂടെ കിടന്നിട്ട്. ഡെലിഷനാട്ടോ ഭയങ്കര നിൽക്കണം. പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള പുസ്തക വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിലിരിക്കണായിരുന്നു കുട്ടിയോട്ടോ. അവൻ കുറേ നേരം ഇത്രയും കളിപ്പിച്ചുകൊണ്ടിരിക്കണു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ പേര് വിളിച്ചത് അവൻ ഓടിപ്പോയി പുസ്തകമൊക്കെ മേടിച്ചു. വന്നിട്ടുള്ള സന്തോഷം കേട്ടോ കണ്ട് നമുക്കുണ്ടാവില്ലേ ചെറുപ്പത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞുള്ളൊരു സന്തോഷം അച്ഛനമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അവൻ്റെ ചേച്ചി ഇരിക്കേണ്ട തൊട്ടപ്പുറത്ത്, പിന്നെ അച്ഛനിരിക്കേണ്ടത്. അവനെ അങ്ങനെ ചിരിച്ചിട്ട് മതിയാവണില്ല. അങ്ങനത്തെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം. അങ്ങനെ അപ്പോൾ ഉണ്ട് ത്രേയുവിന് സമ്മാനം കിട്ടില്ല എന്നുള്ള വിഷമം. അപ്പോൾ ത്രേയ് സ്റ്റേജിൽ കയറി പോകാൻ നോക്കുക. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് എടുത്തൊരു ബൊക്കെ കൊടുത്തുട്ടോ. അപ്പോൾ ആൾ വലിയ എന്തോ സംഭവം കിട്ടിയ പോലെ സന്തോഷത്തിൽ പോരാണ്. ഇതാണ് കേട്ടോ മണ്ണാർക്കാവ് അമ്പലം. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ദേവിപ്രഭ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കഴിയണുള്ളൂ. അപ്പോഴേക്കും നമ്മൾ പക്ഷേ നമുക്ക് 1-2 സ്ഥലത്തേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ബൊക്കെ കയ്യിൽ പിടിച്ച ആളെനിക്ക് തരുന്നില്ല അത് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കൈ പിടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.